ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ ഹിൽ സ്റ്റേഷനിലുണ്ടായ ഭീകരാക്രമണത്തിൽ ആദ്യ പ്രതികരണവുമായി പാകിസ്ഥാൻ. ആക്രമണത്തിൽ തങ്ങളെ കുറ്റപ്പെടുത്തരുതെന്നും ഇത് ആഭ്യന്തര കലാപമാണെന്നും ഇന്ത്യക്കെതിരായ കലാപത്തിന്റെ ഭാഗമാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞു. പാകിസ്ഥാന്റെ ലൈവ് 92 ന്യൂസ് ചാനലിനോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ആക്രമണവുമായി പാകിസ്ഥാന് ബന്ധമില്ല. നാഗാലാൻഡ് മുതൽ കശ്മീർ വരെയും ഛത്തീസ്ഗഡിലും മണിപ്പൂരിലും ദക്ഷിണേന്ത്യയിലുമെല്ലാം കലാപങ്ങൾ നടക്കുകയാണ്. ആക്രമണം വിദേശ ഇടപെടലുകളുടെ ഭാഗമായി ഉണ്ടായതല്ല, മറിച്ച് പ്രാദേശിക പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയാണ്. ഇത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ്. ഹിന്ദുത്വ ശക്തികൾ ന്യൂനപക്ഷങ്ങളുടെയും ക്രിസ്ത്യാനികളെയും ബുദ്ധമതക്കാരെയും മുസ്ലിങ്ങളെയും അടിച്ചമർത്തുകയാണ്. അതിനാൽ ആളുകൾ പ്രതികരിക്കുന്നു. ബലൂചിസ്ഥാനിലെ സംഘർഷങ്ങൾക്ക് ഇന്ത്യ പിന്തുണ നൽകുകയാണ്. പാകിസ്ഥാനിലെ അസ്ഥിരതയ്ക്കു പിന്നിൽ ഇന്ത്യയുടെ കരങ്ങളുണ്ടെന്നതിന് നിരവധി തവണ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും ഭീകരവാദത്തെ എതിർക്കുന്നവരാണ് പാകിസ്ഥാൻ. സ്വന്തം പൗരന്മാരോടുള്ള ഇന്ത്യയുടെ സമീപനമാണ് സംഘർഷങ്ങൾക്ക് വഴിതെളിക്കുന്നത്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾക്കെതിരെ സൈന്യവും പോലീസും അതിക്രമങ്ങൾ നടത്തുന്നു. എന്നിട്ട് പാകിസ്ഥാനെ പഴിക്കുന്നുവെന്നും പാക് പ്രതിരോധ മന്ത്രി ആരോപിച്ചു. എന്നാൽ പാകിസ്ഥാന്റെ ആരോപണങ്ങളിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ ഹിൽ സ്റ്റേഷനിൽ സൈനിക വേഷത്തിൽ മലയിറങ്ങി വന്ന 4 ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ 29 പേരാണ് കൊല്ലപ്പെട്ടത്. 10ലേറെ പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 2 വിദേശികളുമുണ്ടെന്നാണ് വിവരം. ആക്രമണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. സാഹചര്യം മുന്നിൽ കണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തി സുരക്ഷ ശക്തമാക്കിയെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഭീകരാക്രമണത്തെ ഒന്നടങ്കം അപലപിച്ച കശ്മീരി ജനത. ജമ്മു കശ്മീരിൽ വ്യാപാരികൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ എല്ലാവരും പങ്കെടുത്തു. ഇന്ന് രാവിലെ ഭീകരാക്രമണത്തിനെതിരെ കശ്മീരി ജനത തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ജമ്മു കശ്മീരിന്റെ പ്രധാന വരുമാനമാണ് വിനോദസഞ്ചാരികൾ. അവർക്കെതിരെയുള്ള ആക്രമണം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അള്ളാഹു എല്ലാവർക്കൊപ്പവുമുണ്ട്. ഹിന്ദുവായാലും മുസ്ലിമായാലും അള്ളാഹുവിന് വേർതിരിവില്ല. ഈ നാട്ടിൽ വേണ്ടത് സമാധാനമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ജമ്മുവിന്റെ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണത്തിനെതിരെ റാലികൾ നടക്കുന്നുണ്ട്. പ്ലക്കാർഡുകളുമായാണ് ജനത തെരുവിലിറങ്ങിയത്. ശ്രീനഗറിലെ പോലീസ് ആസ്ഥാനത്തേക്കും ജനങ്ങൾ പ്രതിഷേധവുമായി എത്തുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ സമാധാനം നടപ്പിലാക്കാൻ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ശ്രീനഗറിൽ ഇന്ന് ഒരു വ്യാപാര സ്ഥാപനങ്ങളും തുറന്നിട്ടില്ല. വളരെ ശക്തമായാണ് ജനം ഭീകരവാദത്തെ എതിർക്കുന്നത്. അതേസമയം ചാരനിറത്തിലുള്ള കുർത്തയും പൈജാമയും ധരിച്ച കയ്യിൽ AK-47 തോക്കുമായി പോകുന്ന അക്രമിയുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മലനിരകൾ നിറഞ്ഞ ബൈസരനിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ട്രക്കിങ്ങിനായി എത്തിയവർക്ക് നേരെയാണ് ഇന്നലെ ആക്രമണമുണ്ടായത്. കാൽനടയായും കുതിരപ്പുറത്തു മാത്രം എത്താൻ കഴിയുന്ന ഹിൽ സ്റ്റേഷനാണ് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം മേഖലയിലെ ബൈസരൻ. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുടെ പ്രാദേശിക ശാഖയായ റെസിഡൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആക്രമണത്തിന് ലഷ്കർ ഇ തൈബയുടെ കമാൻഡർ സെയ്ഫുള്ള കസൂരിയാണ് നേതൃത്വം വഹിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.